പേരാമ്പ്രയിൽ UDF മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതായി വോട്ടർമാർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്ന് LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ പറയുന്നു. താനെ മുന്നണിയിലെ മറ്റാരെങ്കിലും അറിഞ്ഞല്ല വിവാദ അനൗൺസ്മെന്റ് നടത്തിയത് എന്നാണ് വിശദീകരണം. സമൂഹ മാധ്യമങ്ങളിൽ താൻ കടുത്ത അധിക്ഷേപം നേരിട്ടു, എന്നാൽ ഇതൊന്നും ജനവിധിയെ ബാധിക്കില്ലെന്നും ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടി LDF ഭരണത്തിൽ വരും എന്നുമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. ഏതായാലും പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ വിവരങ്ങളിലേക്ക് വരാം. 1980 മുതൽ പേരാമ്പ്ര ഒരു ഇടതുകോട്ടയാണ്. ജില്ലയിലെ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ ഉറച്ച സീറ്റ് എന്ന കണക്ക് കൂട്ടപ്പെടുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മേഖലയിൽ നേടിയ വൻ മുന്നേറ്റമാണ് UDFന് വിജയപ്രതീക്ഷ നൽകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19,000 വോട്ടിന് ലീഡ് അവിടെ ഷാഫി പറമ്പലിന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 8,000 വോട്ടിൻ്റെ മേൽക്കൈ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള പഞ്ചായത്തുകളിൽ നിന്ന് UDFന് ലഭിച്ചു. വർഷങ്ങളായി LDF കൈവച്ച് ഭരിച്ചിരിക്കുന്ന പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു എന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ കണക്കുകൾ കൂടി നമുക്ക് ലഭ്യമാണ്. നേരത്തെ 10 പഞ്ചായത്തുകളിൽ ചക്കിട്ടപ്പാറ തുടങ്ങി ചെറുവണ്ണൂർ, തറയൂർ എന്നീ 6 എണ്ണത്തിലും ഭരണം UDFനൊപ്പമാണ്. അതുപോലെ LDFന് ഒപ്പം കീഴൂർ പോലുള്ള കീഴേരിയൂർ പോലുള്ള പഞ്ചായത്തുകളുണ്ട്. ഏതായാലും പതിറ്റാണ്ടുകൾക്ക് ശേഷം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDFന് നേടാൻ കഴിഞ്ഞു. മണ്ഡലങ്ങളിലെ ഈ മാറ്റവും അടിയൊഴുക്കുകളുമെല്ലാം UDFൻ്റെ പ്രതീക്ഷയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഈ മേഖലയിൽ മുന്നേറ്റം നടത്തിയിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞില്ല എന്നത് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അത് വൻ ഭൂരിപക്ഷത്തിൽ പിന്നീട് അവിടെ LDFന് വിജയിക്കാൻ കഴിഞ്ഞു എന്നതും അവിടെ LDF ചൂണ്ടിക്കാണിക്കുന്നു. 13,204 വോട്ടിൻ്റെ ലീഡാണ് K മുരളീധരന് പേരാമ്പ്ര നിയമസഭാ പരിധിയിൽ നിന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. പിന്നീട് TP രാമകൃഷ്ണൻ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ മണ്ഡലം നിലനിർത്താൻ എന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ LDF ഉള്ളത്. 4ാം തവണയാണ് അവിടുന്ന് TP രാമകൃഷ്ണൻ ജനവിധി തേടുന്നത്. 2001 അവിടെ നിന്ന് ആദ്യം MLA ആയത്. അതോടൊപ്പം തന്നെ TPക്ക് എതിരെ മത്സരിക്കുന്നത് MSFലൂടെ വളർന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തെഹ്ലിയാണ്. UDF അവർ വേണ്ടി അംഗത്തിനിറങ്ങുന്നത് ഫാത്തിമയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായി വിജയമൊക്കെ നേടി നിയമസഭയിലേക്കുള്ള തൻ്റെ മത്സരം ഏറ്റവും വാശിയേറിയ തരത്തിൽ തന്നെ ഫാത്തിമ തെഹ്ലിയ അവിടെ പ്രചരണ രംഗത്തുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. NDAയിൽ കോഴിക്കോട് മേഖലാ സെക്രട്ടറി M മോഹനെയാണ് അവിടെ BJP സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നിലവിൽ വന്ന മണ്ഡലം എന്ന രീതിയിൽ പേരാമ്പ്ര വലിയ തോതിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തരത്തിലേക്ക്. പേരാമ്പ്രയിലെ കണക്കുകൾ നമുക്ക് നോക്കാം. കേരള കോൺഗ്രസിനായിരുന്നു ആദ്യം പേരാമ്പ്രയിൽ UDFന് ഈ സീറ്റുകൾ നൽകിയിരുന്നത്. പിന്നീടാണ് അത് ആ സീറ്റുകൾ പിന്നീട് ലീഗിന് കിട്ടുകയും ഒക്കെ ചെയ്യുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF ഇടുന്നതോടുകൂടിയാണ് സീറ്റ് കിട്ടുന്നത്. ഇത്തവണ 2021 തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 86,023 വോട്ടുകൾ ആണ് LDFന് 2021 അവിടെ നിന്ന് നേടാൻ കഴിഞ്ഞത്. UDFനാകട്ടെ 63,431 വോട്ടാണ് EH ഇബ്രാഹിംകുട്ടിക്ക് അവിടെ നിന്ന് നേടാൻ കഴിഞ്ഞ്. KV സുധീർ BJPയുടെ 11,165 വോട്ടുകൾ അവിടെ നിന്ന് നേടി. അപ്പോൾ 22,500-ലധികം വോട്ടുകൾ 592 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് TP രാമകൃഷ്ണൻ ജയിച്ചു കയറിയിട്ടുള്ളത്. ഇതിന് മുൻപുള്ള 2 തെരഞ്ഞെടുപ്പുകളിലും 2016 4,101 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് LDFന് കിട്ടിയത്. അതേസമയം 2011 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും K കുഞ്ഞാമത് മാസ്റ്ററാണ് TP രാമകൃഷ്ണൻ്റെ മണ്ഡലത്തിൽ മത്സരിച്ചത്. അവിടെ ഈ 2011 16 നല്ല ഭേദപ്പെട്ട വിജയം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. TP രാമകൃഷ്ണൻ അവിടെ എത്തുന്നത് 2001 നമുക്കറിയാം. അവിടെ NK രാധ മാറുന്ന സാഹചര്യത്തിലാണ് അവിടെ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ എത്തുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ 2,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം PT ജോസിനെ പരാജയപ്പെടുത്തിയാണ് ഈ പേരാമ്പ്ര മണ്ഡലം പിടിച്ചടക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ തീപാറുന്ന ഒരു പോരാട്ടം പേരാമ്പ്രയിൽ നടക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ടാണ് ഫാത്തിമ തെഹ്ലിയ അവിടെ തൻ്റെ പ്രചരണ പരിപാടി. അവിടെയാണ് അനൗൺസ്മെൻറ്റ് വിവാദം ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നത്. ഈ അനൗൺസ്മെൻറ്റ് വിവാദം ആരെ തുണയ്ക്കും, ആർക്ക് നേട്ടമാകും എന്ന കാര്യം ഇനി അവിടെ ചർച്ചയായി വരികയാണ്. ഇനി നമുക്ക് നോക്കാം ഈ ബുള്ളറ്റിനിൽ ഇലക്ഷൻ പ്ലിങ്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി രാഷ്ട്രീയ
സംഘർഷത്തിനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് പ്രതിരോധത്തിനുള്ളൊരു തന്ത്രം രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ച് അവിടെ CP മാത്യു വിശദീകരിച്ചതാണ് വലിയ തർക്കമായത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ പഞ്ചായത്ത് അംഗത്തെ കൊണ്ട് വ്യാജ പരാതി നൽകാൻ ഗൂഢാലോചന നടത്തി എന്നൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. അത് ആണിപ്പോൾ വലിയ വിവാദമായി വന്നത്. സംഘർഷമുണ്ടായാൽ ഉടനെ ബ്ലൗസ് വലിച്ചു കീറിക്കൊള്ളണം എന്നൊക്കെ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. അത് CP മാത്യുവിന് അതൊരു തലവേദനയായി. വനിതാ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളെയൊക്കെ ഇങ്ങനെ പറയുന്നത് ഒരു തെറ്റായ പ്രവണതയാണെന്ന തരത്തിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായി. അത് CP മാത്യുവിൻ്റെ കരുതിക്കൂട്ടിയുള്ള നടപടിക്കെതിരെ വിമർശനം വന്നു. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിൻ്റെ ആ വിവാദത്തിൽ അല്ലെങ്കിൽ ആ പ്രതികരണത്തിൽ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി. ആദിവാസി വിഭാഗങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരു തരത്തിലാണ് ഈ പ്രതികരണം വന്നത് എന്നതാണ് പ്രതിഷേധത്തിൻ്റെ ഒരു കാരണമായി വന്നിരിക്കുന്നത്. നടപടി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത് കൊണ്ടാണ് അവർ ഇന്ന് പ്രതിഷേധവുമായി വന്നത്. അപ്പോൾ ഈ സമരപരിപാടികൾക്ക് ആദിവാസി ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് KU ബിനു ആണ് അവിടെ നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും നമുക്ക് ആ ഇലക്ഷൻ ട്വിസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ ആ പ്രതികരണവും പിന്നീട് അതിനോട് VD സതീശൻ നടത്തിയ പ്രതികരണവും രണ്ടും കേൾക്കാം. ഞാനുണ്ട് അപ്പൊ പറഞ്ഞത് നമ്മുടെ ഒരാളിനെ ഓടിച്ച് ഭാഗ്യം കയറ്റിയേക്കാൻ അവനല്ല ഈ സാധനം അങ്ങനെ എടുത്തിരിക്കാവുന്ന. അപ്പൊ നമ്മളെ അവിടെ ഒരു വിശിഷ്ട താരമുണ്ട് ലിസി എന്ന് പറയുന്ന ഒരു സായിപ്പന്റെ മോള്, മനസ്സിലായില്ലേ? അയാൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാജേശ്വരിയോട് അടുത്ത് വന്നു കഴിഞ്ഞാൽ അന്നേരം ബ്ലൗസ് നോക്കിക്കണം. രാജേശ്വരി ആദിവാസിയാണ്. പിന്നെ വകുപ്പെല്ലാം അവിടെ നമുക്കറിയാൻ ചെയ്യുന്ന കാര്യം. അത് പൊതുപ്രവർത്തകര് അത്തരം പ്രയോഗങ്ങൾ നടത്താൻ പാടില്ല എന്ന അഭിപ്രായം കേൾക്ക്. അത് പറയാൻ പാടില്ല. പൊതുപ്രവർത്തകര് വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. തെരഞ്ഞെടുപ്പ് കാലത്താണ് വൈകാരികമായി സംസാരിക്കരുത്. ഈ തമാശ പറയുമ്പോഴും തമാശയ്ക്ക് പരിചയമാണ്. അത് ആരെങ്കിലും ദ്രോഹിക്കുന്നതോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ചെയ്യരുത്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. യെസ്, അതാണ് ആ പ്രതികരണം. ഏതായാലും കേരളം ഇലക്ഷൻ ചൂടിലേക്ക് കടന്ന് ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇനി കൊട്ടിക്കലാശത്തിലേക്ക്. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ സമാപിക്കുന്നു. നാളെ കൂടുതൽ വിശദാംശങ്ങളുമായി വരാം. ഗുഡ് ബൈ, ഗുഡ് ലക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.